Hey guys, welcome to my YouTube channel The Pharmacy by Roshni. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫാർമക്കോഗ്നസിയുടെ വൺ വേർഡ്സ് ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സോഷ്യൽ ഫാർമസിയുടെ ഇട്ടപ്പോൾ ഒരുപാട് പേര് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. നല്ല ഇനിയും വീഡിയോസ് ഇതുപോലത്തെ സബ്ജക്ട്സിൻ്റെ എല്ലാത്തിൻ്റെയും ഇടണം എന്നൊക്കെ പറഞ്ഞു. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഫാർമക്കോഗ്നസിയുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ മാക്സിമം വൺ വേർഡ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും കളയാൻ സമയമില്ല. എല്ലാവരും പെന്നും പേപ്പറും ഒക്കെ ആയിട്ട് റെഡി ആയിട്ടിരുന്നിട്ട് വേഗം നിങ്ങൾക്ക് പറ്റുന്ന പോലെ നോട്ട് ചെയ്ത് വെക്കുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSCക്കും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ എന്ത് മോഡലിൽ നിങ്ങൾ പഠിക്കണം എന്നുള്ളതിൻ്റെ ഒരു മോഡലും കൂടിയാണ് ഇത്. ഓക്കെ, ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡീപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഫാർമക്കോഗ്നസിയിൽ വൺ വേർഡ് വരുന്നത്. ഫാർമക്കോഗ്നസി എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും ചോദിക്കത്തില്ല. നമ്മൾ ഡീപ്പായിട്ട് പഠിക്കും തോറും മാത്രമേ വൺ വേർഡ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത പാർട്ട് വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടി ഈ വീഡിയോയിൽ ഒന്ന് പറയാം. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാത്ത വീഡിയോയിലോട്ട് പോകാം. എല്ലാവരും ഉഷാറായി നിൽക്കാം കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റാലിസ് ഈസ് കൾട്ടിവേറ്റഡ് ഇൻ ഡാഷ്. ജോഗ്രഫിക്കൽ സോഴ്സ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ എവിടെയാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ കാശ്മീർ ആണ് കേട്ടോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഗിവ് എൻ എക്സാമ്പിൾ ഫോർ എൻ ആൽക്കലോയിഡ്. ഒരു ആൽക്കലോയിഡിൻ്റെ എക്സാമ്പിൾ പറയണം. അപ്പോൾ നമ്മൾ ആൽക്കലോയിഡ് എന്ന് പറയുമ്പോൾ കുറേ പഠിച്ചിട്ടുണ്ട്. എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. കൊക്കെയിൻ ഉണ്ട്, നിക്കോട്ടിൻ ഉണ്ട്, മെസിലിൻ ഉണ്ട്, എല്ലാം ആൽക്കലോയിഡ്സിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഇതൊക്കെ ആൽക്കലോയിഡ്സിൻ്റെ എക്സാമ്പിളായിട്ട് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഡോൾ ആൽക്കലോയിഡ്സ് ആർ ബയോസിന്തസൈസ്ഡ് ഫ്രം ഡാഷ്. ആൻസർ ട്രിപ്റ്റോഫാൻ. ട്രിപ്റ്റോഫാനിൽ നിന്നാണ് ഇൻഡോൾ ആൽക്കലോയിഡ്സ് ബയോസിന്തസൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുതിന കണ്ടെയ്ൻസ് ഡാഷ്. പുതിനയിലെ ആക്റ്റീവ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്. പുതിനയിലെ മെൻതോൾ ആണ് ആക്റ്റീവ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡോക്സെന്ന ഇസ് എൻ അഡൾട്രേറ്റ് ഓഫ് ഡാഷ്. ഡോക്സെന്ന എന്തിൻ്റെ അഡൾട്രൻ്റ് ആണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഇന്ത്യൻ സെന്ന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലോവ് ഈസ് കൾട്ടിവേറ്റഡ് ഇൻ ഡാഷ്. എവിടെയാണ് ക്ലോവ് കോമൺ ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് സാങ്കിബർ. സാങ്കിബർ എന്ന് പറയുന്ന സ്ഥലത്താണ്. സ്പെല്ലിംഗ് ഈ സൈഡ് കൊടുക്കുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രൈമറി മെറ്റബോളൈറ്റ് ഓഫ് ആൽക്കലോയിഡ് സിന്തസിസ് ഇൻ പ്ലാന്റ്സ് ആർ ഡാഷ്. പ്രൈമറി മെറ്റബോളൈറ്റ് ഓഫ് ആൽക്കലോയിഡ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ അമിനോ ആസിഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the alkaloidal content in Atropa belladonna contains is highest in dash. അതായത് എട്രോപ്പ ബെല്ലഡോണയിൽ എവിടെയാണ് ആൽക്കലോയിഡൽ കണ്ടൻറ്റ് ഏറ്റവും കൂടുതൽ ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. സ്റ്റെമ്മാണോ, ലീഫാണോ, റൂട്ടാണോ എന്നാണ് ക്വസ്റ്റ്യൻ. സോ റൂട്ടാണ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫാമിലി ഓഫ് എർഗോട്ട് ഈസ് ഡാഷ്. എർഗോട്ടിൻ്റെ ഫാമിലി എന്താണ്? ഹൈപ്പോക്രിയേസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബീവാക്സ് ഈസ് അഡൾട്ടേർഡ് വിത്ത് ഡാഷ്. ബീവാക്സ് എന്ത് വെച്ചിട്ടാണ് അഡൾട്രേറ്റ് ചെയ്യുന്നതെന്നാണ്. ബീവാക്സിൻ്റെ ഒരു അഡൾട്രൻറ്റിൻ്റെ പേരാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ കുറേ ഉണ്ട്. കോർണോബ വാക്സ് ഉണ്ട്, ജപ്പാൻ വാക്സ് ഉണ്ട്, കോളോഫോണി ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് അഡൾട്രൻറ്റ് ഓഫ് ബീസ് വാക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡെവിൾ ഡങ് ഈസ് ഡാഷ്. എന്താണ്? അസഫോയിറ്റിഡ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, സൊളനീഷ്യസ് ആൽക്കലോയിഡ് ആർ പ്രസൻറ്റ് ഇൻ ഡാഷ്. അതായത് സൊളനീഷ്യസ് ആൽക്കലോയിഡ് ഏതിലാണ് പ്രസൻറ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ കുറേ ഉണ്ട് സൊളനീഷ്യസ് ഫാമിലിയിലുള്ള അല്ലേ. എട്രോപ്പയുണ്ട്, ബെല്ലഡോണയുണ്ട്, ഇതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കയോളിൻ മെയിൻലി കൺസിസ്റ്റ് ഓഫ് ഡാഷ്. കയോളിൻ്റെ മെയിൻ കോൺസ്റ്റിറ്റ്യുവൻറ്റ് എന്നാണ്. കയോളിൻ്റെ കെമിക്കൽ ഫോർമുലയിൽ തന്നെയുണ്ട് അലുമിനിയം സിലിക്കേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഓഫ് എൻ അംബലിഫറസ് ഫ്രൂട്ട്. ഒരു അംബലിഫറസ് ഫ്രൂട്ടിൻ്റെ എക്സാമ്പിൾ ഇഷ്ടം പോലെ ഉണ്ടല്ലേ. കൊറിയാണ്ടർ ഉണ്ട്, ഫെന്നലുണ്ട്, നമുക്ക് ഇഷ്ടം പോലെ പറയാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹെപ്പാറ്റോ പ്രൊട്ടക്റ്റീവ് ഡ്രഗ് ഈസ് ഡാഷ്. ഏത് ഡ്രഗാണ് ഹെപ്പാറ്റോ പ്രൊട്ടക്റ്റീവ് എന്ന് പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. ആൻസർ പിക്കൊറൈസ. പിക്കൊറൈസയാണ് ഹെപ്പാറ്റോ പ്രൊട്ടക്റ്റീവ് ഡ്രഗിൻ്റെ എക്സാമ്പിൾ കേട്ടോ. അപ്പോൾ ഇതുപോലെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ആക്റ്റീവ് കോൺസ്റ്റിറ്റ്യുവൻസ് പ്രകാരവും അതുപോലെ തന്നെ യൂസ് പ്രകാരമൊക്കെ നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ യൂസ് അനുസരിച്ചിട്ടും അതുപോലെ ആക്റ്റീവ് കോൺസ്റ്റിറ്റ്യുവൻസും ഫാമിലി അനുസരിച്ചിട്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പഠിക്കണം. അപ്പോൾ ഇന്ന ഫാമിലിയിൽ ഒരു ഡ്രഗ് എഴുതുക അല്ലെങ്കിൽ ഇന്ന യൂസ് ഉള്ള ഒരു ഡ്രഗ് എഴുതുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിന്നവെല്ലി സെന്ന ഈസ് കൾട്ടിവേറ്റഡ് ഇൻ ഡാഷ്. തിന്നവെല്ലി സെന്ന എവിടെയാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് ഇന്ത്യ. തിന്നവെല്ലി സെന്ന അല്ലെങ്കിൽ ഇന്ത്യൻ സെന്ന എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടർമറിക് ഈസ് യൂസ്ഡ് ആസ് ഡാഷ്. ടർമറിക് മെയിനായിട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. പക്ഷേ മെയിനായിട്ട് നമ്മൾ അത് യൂസ് ചെയ്യുന്നത് കളറിങ് ഏജൻ്റ് ആയിട്ടാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബയോളജിക്കൽ സോഴ്സ് ഓഫ് ടൊളു ബാൽസം. ടൊളു ബാൽസത്തിൻ്റെ ബയോളജിക്കൽ സോഴ്സാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് മിറോക്സൈലൻ ബാൽസമം അല്ലേ. മിറോക്സൈലൻ ബാൽസമം. ഇത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമുക്ക് ലാസ്റ്റ് ആവുമ്പോൾ ബയോളജിക്കൽ സോഴ്സും ഫാമിലിയും ഒക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നല്ല വൃത്തിക്ക് ഇരുന്ന് പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്ലൈക്കോസൈഡ്സ് ആർ ഡാഷ്. ഗ്ലൈക്കോസൈഡ്സ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറയുന്നത് ഒരു ഹെമി അസെറ്റാൽ ആണ്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലസൂൺ ഈസ് യൂസ്ഡ് ആസ് ഡാഷ്.
സോ ലസൂൺ എന്ന് പറയുമ്പോൾ എന്താണ് ആദ്യം അത് നമ്മൾ മനസ്സിലാം. ലസൂൺ എന്ന് പറയുന്നത് ഗാർലിക് ആണ്. ഗാർലിക് എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കോണ്ടിമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ സ്പൈസസ് പോലെ തന്നെ വേറൊരു ക്ലാസ് ആണ് കോണ്ടിമെൻറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കനബീസ് മീൻസ് ഡാഷ്. കനബീസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. കനബീസ് എന്ന് പറയുന്നത് ചരസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സബ്സ്റ്റൻസ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജെറാനിയോൾ ഓൺ ഓക്സിഡേഷൻ ഗീവ്സ് ഡാഷ്. ജെറാനിയോളിൽ ഓക്സിഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് തരുന്നതെന്നാണ് ചോദിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് സിട്രാൽ. സോ ജെറാനിയോൾ എന്ന് പറയുന്നത് സിട്രാൽ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ആൽക്കലോയിഡ്സിനും അതുപോലെ ഗ്ലൈക്കോസൈഡ്സിൻ്റെ ഒക്കെ ആ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലാണ് നമ്മൾ ഈ ഒരു ഹൈഡ്രോലൈസേഷനും അല്ലെങ്കിൽ ഓക്സിഡേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കെമിക്കലി കോട്ടൺ ഈസ് ഡാഷ്. കോട്ടൺ എന്താണെന്നാണ് ചോദിക്കുന്നത്. കോട്ടൺ ഒരു സെല്ലുലോസ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാർക്വിസ് ടെസ്റ്റ് ഈസ് ടു ഐഡൻറ്റിഫൈ ഡാഷ്. മാർക്വിസ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ് ആണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ എന്ന് പറയുമ്പോൾ മോർഫിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റാണ് മാർക്വിസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡ്രഗ് ഈസ് പോസിറ്റീവ് ബോൺ ട്രാഗേഴ്സ് ടെസ്റ്റ് ഫോർ ആന്ത്രക്വിനോൺ ഗ്ലൈക്കോസൈഡ്സ്. ആന്ത്രക്വിനോൺ ഗ്ലൈക്കോസൈഡ്സിന് പോസിറ്റീവായിട്ട് ബോൺ ട്രാഗേഴ്സ് റിയാക്ഷൻ തരുന്നത് ഏത് ഡ്രഗ്സ് ഒക്കെ ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ പഠിച്ച സെന്ന, കെസ്കാര, റുബാർബ് ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. തുളസി ബിലോങ്സ് ടു ദ ഫാമിലി ഡാഷ്. തുളസിയുടെ ഫാമിലി എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ തുളസി നിങ്ങളുടെ സിലബസിൽ ഉണ്ടാവില്ല, പക്ഷേ ഇങ്ങനെ ഔട്ട് ഓഫ് സിലബസ് ആയിട്ടും കുറേ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ തുളസിയുടെ ഫാമിലി എന്ന് പറയുന്നത് ലെബിയാറ്റി ആണ് അതിൻ്റെ ഫാമിലി. ആൻ എക്സാമ്പിൾ ഫോർ സൊളനേഷ്യസ് ആൽക്കലോയിഡ് ഈസ് ഡാഷ്. സൊളനേഷ്യസ് ആൽക്കലോയിഡ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സൊളനേഷ്യസ് ആൽക്കലോയിഡിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എട്രോപ്പ ഉണ്ട്, ബെലഡോണ ഉണ്ട്, ഏത് വേണമെങ്കിലും നമുക്ക് എഴുതാം. ദി യൂസ് ഓഫ് അർജുന ബാർക്ക് ഈസ് ഡാഷ്. അർജുന എന്താണ്? കാർഡിയാക് ടോണിക്. സോ ആൻസർ അത് തന്നെയാണ്. ഷാർക്ക് ലിവർ ഓയിൽ കണ്ടെയ്ൻസ് ഡാഷ്. ഷാർക്ക് ലിവർ ഓയിലിൽ എന്താണുള്ളത്? നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ വരും, വൈറ്റമിൻ എ ആണോ വൈറ്റമിൻ ഡി ആണോ. ഷാർക്ക് ലിവർ ഓയിലിൽ വൈറ്റമിൻ എയും കോഡ് ലിവർ ഓയിലിൽ വൈറ്റമിൻ എയും വൈറ്റമിൻ ഡിയുമാണ് അടങ്ങിയിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈബ്രിനോലൈറ്റിക് ആക്ടിവിറ്റി ഇസ് ഷോൺ ബൈ ഡാഷ്. ഫൈബ്രിനോലൈറ്റിക് ആക്ടിവിറ്റി എന്തിനാണുള്ളത്? പുനർനവയ്ക്ക് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പിക്കാക്ക് കണ്ടെയ്ൻസ് ഡാഷ്. ഇപ്പിക്കാക്കിൽ എന്താണ് അടങ്ങിയിട്ടുള്ളത്? ഇപ്പിക്കാക്ക് എന്ന് പറയുന്നത് ആൻറ്റി എമറ്റിക് ഡ്രഗ് ആണ്. സോ ഇപ്പിക്കാക്കിൽ എമറ്റിൻ തന്നെയാണ് അടങ്ങിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോഡ് ലിവർ ഓയിൽ കണ്ടെയ്ൻസ് ഡാഷ്. നേരത്തെ പറഞ്ഞതുപോലെ കോഡ് ലിവറിൽ എന്താണ്? വൈറ്റമിൻ ഡിയും ഉണ്ട്, വൈറ്റമിൻ എയും ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെരിവിങ്കിൾ ഈസ് യൂസ്ഫുൾ ആസ് ഡാഷ്. പെരിവിങ്കിൾ അല്ലെങ്കിൽ വിങ്ക എന്ന് പറയുന്നത് ആൻറ്റി ക്യാൻസർ ഡ്രഗ് ആണ്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ആൻറ്റി ക്യാൻസർ ഡ്രഗ് എന്ന് മാത്രം എഴുതിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഡൾട്രൻറ്റ് ഓഫ് സ്ട്രൈക്നസ് നക്സ് വൊമിക്ക ഈസ് ഡാഷ്. നക്സ് വൊമിക്കയുടെ ഒരു അഡൾട്രൻ്റ് ആണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് സ്ട്രൈക്നസ് പൊട്ടാറ്റോയും സ്ട്രൈക്നസ് നക്സ് ബ്ലാൻഡയും ആണ് കേട്ടോ. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സ്ട്രൈക്നസ് നക്സ് ബ്ലാൻഡ് എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ അതൊരു അഡൾട്രൻ്റ് ഓഫ് സ്ട്രൈക്നസ് നക്സ് വൊമിക്ക ആണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൊറിയാൻഡർ ബിലോങ്സ് ടു ദ ഫാമിലി ഡാഷ്. കൊറിയാൻഡറിൻ്റെ ഫാമിലി എന്താ? ആംബെലിഫറേ. സിനമൺ ഈസ് മെയിൻലി കൾട്ടിവേറ്റഡ് ഇൻ ഡാഷ്. സിനമൺ എന്ന് പറയുന്നത് എവിടെയാണ് മെയിൻലി കൾട്ടിവേറ്റ് ചെയ്യുന്നത്? സിലോൺ. ഓക്കെ, CEYLON, സിലോൺ. കാസ്റ്റർ ഓയിൽ ഈസ് ഡാഷ്. കാസ്റ്റർ ഓയിൽ എന്താണ്? ഇറ്റ് ഈസ് എ ഫിക്സഡ് ഓയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേപ്പർ കോട്ടഡ് വിത്ത് ടേമറിക് എക്സ്ട്രാക്ട് പ്രൊഡ്യൂസസ് വിച്ച് കളർ വെൻ ട്രീറ്റഡ് വിത്ത് ബൊറാക്സ് സൊല്യൂഷൻ. ഇത് നമ്മൾ പഠിക്കുന്നുണ്ട്, ടേമറിക്കിൻ്റെ ടെസ്റ്റിലൊക്കെ പഠിക്കുന്നുണ്ട്. പേപ്പറിൽ നമ്മൾ ടേമറിക് എക്സ്ട്രാക്റ്റുമായിട്ട് തേച്ചിട്ട് അതിനെ നമ്മൾ ബൊറാക്സ് സൊല്യൂഷനുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ കളറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രഗ് യൂസ്ഡ് ആസ് ഡയൂററ്റിക്. ഡയൂററ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ് ഏതാണ്? വളരെ സിമ്പിളാണ്, ഗോക്രൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാഷ്യ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. കാഷ്യ എന്ന് പറയുന്നത് എന്താ? ഇന്ത്യൻ സിനമൺ ആണ് കേട്ടോ. ആലോ ഈസ് യൂസ്ഡ് ആസ് ഡാഷ്. ആലോ എന്താണ്? ആലോ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പർഗേറ്റീവ് ആണ് കേട്ടോ. കൾട്ടിവേഷൻ ഓഫ് കനാബീസ് ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഡാഷ്. കനാബീസ് എന്തിൻ്റെ കൺട്രോളിലാണ് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത്? കനാബീസ് എന്ന് പറയുന്ന ഒരു നാർക്കോട്ടിക് ഡ്രഗ് ആണ്. അപ്പോൾ അതിൻ്റെ കൾട്ടിവേഷൻ എന്ന് പറയുന്നത് നാർക്കോട്ടിക് കമ്മീഷൻ്റെ കീഴിലാണ് കേട്ടോ. ബീസ് വാക്സ് ഈസ് എ ഡാഷ്. ബീസ് വാക്സ് എന്താണ്? അതൊരു അനിമൽ വാക്സ് ആണ്. ആൻസർ എന്ന് പറയുന്നത് അനിമൽ വാക്സ്. ആൻഡ് നെക്സ്റ്റ്, ഇപ്പിക്കാക്ക് ഈസ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡാഷ്. അമീബിക് ഡിസെൻട്രിക്ക് യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ്. അപ്പോൾ ഇപ്പിക്കാക്കിൻ്റെ യൂസ് എന്ന് പറയുന്നത് അമീബിക് ഡിസെൻട്രിക് ആണ് കേട്ടോ. ആസ്ട്രഗാലസ് ഗമ്മിഫർ ഈസ് ദ ബൊട്ടാനിക്കൽ നെയിം ഓഫ് ഡാഷ്. ഏതിൻ്റെ ബൊട്ടാനിക്കൽ നെയിമാണ്? ട്രഗഗാൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോളോഫോണി ഇസ് ഡാഷ്. കോളോഫോണി എന്ന് പറയുന്നത് എന്താണ്? അതൊരു തരം റെസിൻ ആണ് കേട്ടോ. കോളോഫോണി എന്ന് പറയുന്നത് ഇതൊക്കെ ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള, അപ്പോൾ ഒന്നും വിടാനായിട്ട് പറ്റത്തില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്സിറ്റോസിക് ഡ്രഗ് ഈസ് ഡാഷ്. ഒരു ഓക്സിറ്റോസിക് ഡ്രഗിൻ്റെ പേര് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം സിമ്പിളായിട്ട് എർഗോട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൈരത്രം ഫ്ലവേഴ്സ് ആർ കൾട്ടിവേറ്റഡ് ഇൻ വിച്ച് കൺട്രി. പൈരത്രം എന്ന് പറയുന്നത് ഏത് കൺട്രിയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ചെടിയാണ് അല്ലെങ്കിൽ ഫ്ലവർ ആണെന്നാണ് ചോദിക്കുന്നത്. കെനിയയിലാണ് കേട്ടോ പൈരത്രം എന്ന് പറയുന്ന ഫ്ലവേഴ്സ് ഉള്ളത്. മേയേഴ്സ് റിയേജൻറ്റ് ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ഡാഷ്.
ആൽക്കലോയിഡ്സ്. മേയേഴ്സ് റിയേജൻറ്റ് എന്ന് പറയുന്നത് ആൽക്കലോയിഡ്സിനെ ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, എൻ എക്സാമ്പിൾ ഓഫ് ഫിനാൻദ്രസിൻ ആൽക്കലോയിഡ് ഈസ് ഡാഷ്. ഫിനാൻദ്രസിൻ ആൽക്കലോയിഡിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് മോർഫിൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആന്ത്രസിൻ ഗ്ലൈക്കോസൈഡ്സ് ആർ പ്രസൻറ്റ് ഇൻ ഡാഷ്. ഏതിലാണ് ആന്ത്രസിൻ ഗ്ലൈക്കോസൈഡ്സ് പ്രസൻറ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് സെന്ന. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിജിറ്റാലിസ് ലീവ്സ് ആർ അഡൾട്ടേർഡ് വിത്ത് ഡാഷ്. ഡിജിറ്റാലിസ് ലീവ്സിനെ എങ്ങനെയൊക്കെ അഡൾട്രേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്രൈമറി ആയിട്ട് എന്തുപയോഗിച്ചിട്ടാണ് അഡൾട്ടേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് പ്രൈമുല വൾഗാരിസ് യൂസ് ചെയ്യാറുണ്ട്, വെർബാസ്കം താപ്സസ് യൂസ് ചെയ്യാറുണ്ട്, സിംഫൈറ്റം ഒഫീഷ്യനാലി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് മൂന്നിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രഗ് യൂസ്ഡ് ടു ക്യൂർ ലെപ്രസി. ലെപ്രസി ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡ്രഗാണ്. നമ്മൾ ഡ്രഗ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ ഡ്രഗ്സ് ആണ് എഴുതേണ്ടത്, അല്ലാതെ ഡ്രഗ് നമ്മൾ മറ്റുള്ളതിൽ പഠിക്കുന്ന ഡ്രഗ്സ് ഒന്നും എഴുതരുത്. ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൗൽമൂർഗ ഓയിൽ എന്ന് പറയും. അപ്പോൾ ഈ ചൗൽമൂർഗ ഓയിലാണ് നമ്മുടെ ലെപ്രസിക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഓഫ് എൻറ്റയർ ഓർഗാനിസം ഈസ് ഡാഷ്. കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആയിട്ട് വരുന്നതിൻ്റെ എക്സാമ്പിൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഫെനലോ കൊറിയാൻഡറോ അങ്ങനെയൊന്നും അല്ല, ഇതൊരു തരം റെസിനാണ്. അപ്പോൾ അതിൽ തന്നെ ഏതായിരിക്കും, എർഗോട്ടാണ് എൻറ്റയർ ഓർഗാനിസം എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഞ്ചൻസി ഓഫ് സിംഗിബർ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഡാഷ്. സിംഗിബർ അല്ലെങ്കിൽ ജിഞ്ചറിൻ്റെ പഞ്ചൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. അതിൽ ജിഞ്ചറോൾ പ്രസൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫെന്നൽ സീഡ് ടേസ്റ്റ് ആൻഡ് കളർ ഈസ് ഡ്യൂ ടു ഡാഷ്. എന്തുകൊണ്ടാണ് ഫെന്നലിൻ്റെ കളറും ടേസ്റ്റും ഉണ്ടാവുന്ന, ഏത് സാധനത്തിൻ്റെ പ്രസൻസ് കാരണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനിറ്റോൾ. അത് സോ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ലെമൺ ഗ്രാസ് ഓയിൽ ഈസ് എ ഡാഷ്. ലെമൺ ഗ്രാസ് ഓയിൽ എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇറ്റ് ഈസ് എ വോളറ്റൈൽ ഓയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാലിക് ആസിഡ് ഈസ് യൂസ്ഡ് ആസ് എ ഡാഷ്. ഗാലിക് ആസിഡ് എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് കേട്ടോ. ദ സോഴ്സ് ഓഫ് കൊഡീൻ ഈസ് ഡാഷ്. കൊഡീൻ എവിടെ നിന്നാണ് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ സോഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒപ്പിയം. ഡ്രഗ് ബിലോങ്സ് ടു യുഫോർബിയേസിയ ഫാമിലി. യുഫോർബിയേസിയ ഫാമിലിയിൽ ബിലോങ് ചെയ്യുന്ന ഡ്രഗ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ പഠിക്കുന്നുണ്ട്. അതിൽ അംല അല്ലെങ്കിൽ ഗൂസ്ബെറി എന്ന് പറയുന്നതും ഒരു യുഫോർബിയേസിയ ഫാമിലിയുടെ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഷേപ്പ് ഓഫ് തിന്നവെല്ലി സെന്ന ലീഫ് ഈസ് ഡാഷ്. തിന്നവെല്ലി സെന്ന ലീവ്സ് എന്ന് പറയുമ്പോൾ സെന്ന ലീവ്സ് നമ്മൾ വരച്ച് പഠിക്കുന്നുണ്ട്. അത് ലാങ്ഷുലേറ്റ് ആണ് കേട്ടോ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. സിനമൺ ബാർക്ക് ബിലോങ്സ് ടു ദ ഫാമിലി ഡാഷ്. സിനമണിൻ്റെ ഫാമിലി എന്താണെന്നാണ് ചോദിക്കുന്നത്. ലൊറേസിയ. അങ്ങനെ കുറേ നമ്മൾ പഠിക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവരുത്. റുബേസിയ ആണ് ഫാമിലി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സ്റ്റാർച്ച് ഈസ് ഒപ്റ്റെയിൻഡ് ഫ്രം ഡാഷ്. എവിടെ നിന്നൊക്കെയാണ് നമുക്ക് സ്റ്റാർച്ച് കിട്ടുന്നത്. സ്റ്റാർച്ച് നമ്മൾ ഫുഡിലായിട്ട് എവിടെ നിന്നൊക്കെ കിട്ടും, റൈസിൽ നിന്ന് കിട്ടും, വീറ്റിൽ നിന്ന് കിട്ടും, മെയ്സിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് സ്റ്റാർച്ച് കിട്ടുന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് ജനറൽ നോളേജ് പ്രകാരമായിട്ട് നമുക്ക് അറിയുന്ന ഏത് വേണമെങ്കിലും എഴുതാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഡത്തോഡ വെസിക ഈസ് ദ ബൊട്ടാനിക്കൽ നെയിം ഓഫ് ഡാഷ്. എന്തിൻ്റെ ബൊട്ടാനിക്കൽ നെയിമാണ് അഡത്തോഡ വെസിക എന്ന് പറയുന്നത്. ഇറ്റ്സ് വെസാഗ ലീവ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അശ്വഗന്ധ ബിലോങ്സ് ടു ദ ഫാമിലി ഡാഷ്. അശ്വഗന്ധയുടെ ഫാമിലി ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സൊളനേഷ്യ ഫാമിലിയിലാണ് അശ്വഗന്ധയുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വിനിൻ ഈസ് യൂസ്ഡ് ആസ് ഡാഷ്. ക്വിനിൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്. ആൻറ്റി മലേറിയൽ ഏജൻറ്റ്. ക്വിനിൻ എന്ന് പറയുന്നത്, ക്വിനിഡിൻ എന്നൊക്കെ പറയുന്നത് ഏതില്ല, സിങ്കോണയിലുള്ളതാണ്. സിങ്കോണ എന്ന് പറയുന്നത് ഒരു ആൻറ്റി മലേറിയൽ ഡ്രഗാണ്. എഫീഡ്രിൻ ഈസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡാഷ്. എഫീഡ്രിൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്. ബ്രോങ്കിയൽ ആസ്മ. വാട്ടർ സോലുബിൾ എർഗോമെട്രിൻ ഗ്രൂപ്പ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതായത് എർഗോമെട്രിൻ്റെ തന്നെ വാട്ടർ സോലുബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് എർഗോമെട്രിൻ. ഓക്കെ, എർഗോമെട്രിൻ തന്നെയാണ് വാട്ടർ സോലുബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലോവ് ബിലോങ്സ് ടു ദ ഫാമിലി ഡാഷ്. മെർറ്റേസിയെ. സോ സിമ്പിൾ അല്ലേ. നാച്ചുറൽ ഇൻസെക്ടിസൈഡ് ഡ്രഗ് ഈസ് ഡാഷ്. നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻസെക്ടിസൈഡ് ഡ്രഗിൻ്റെ പേരാണ് ചോദിക്കുന്നത്. അപ്പം നേരത്തെ നമ്മൾ പൈറത്രം എന്ന് പറയുന്ന ഫ്ലവർ ഏത് രാജ്യത്താണ് കൾട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ കെന്യ എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻസെക്ടിസൈഡ് ഫ്ലവർ എന്ന് പറയുന്നത് പൈറത്രം ആണ് കേട്ടോ. അപ്പോൾ പൈറത്രം എന്ന് പറയുന്ന ആ സാധനം ഒരു ഇൻസെക്ടിസൈഡാണ്. അപ്പോൾ ഇൻസെക്ടിസൈഡിൻ്റെ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ പൈറത്രം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രാഗൺ ഡ്രോപ്സ് റിയേജൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഡാഷ്. ആൽക്കലോയിഡ്സ്. ദ ഗം ഫ്രം ബാക്ടീരിയൽ സോഴ്സ് ഈസ് ഡാഷ്. കരായാഗം. കരായാഗമാണ് ബാക്ടീരിയൽ സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗം എന്ന് പറയുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. കോൾച്ചിക്കം ഈസ് യൂസ്ഡ് ടു ക്യൂർ ഡാഷ്. കോൾച്ചിക്കം എന്ന് പറയുന്നത് ആൻറ്റി റുമാറ്റിക് ഡ്രഗാണ്. അപ്പോൾ റുമറ്റോയിഡ് ആർത്രൈറ്റിസിനാണ് കോൾച്ചിക്കം യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രൂസിൻ ഈസ് പ്രസൻറ്റ് ഇൻ ഡാഷ്. ബ്രൂസിൻ ഏതിലാണുള്ളത്. നക്സ് വോമിക്ക. റുബർബ് കണ്ടെയ്ൻസ് ഡാഷ് ടൈപ്പ് ഓഫ് ഗ്ലൈക്കോസൈഡ്സ്. റുബർബിൽ എന്താണ്. സെന്ന, കെസ്കാര, റുബർബിലൊക്കെ
ആന്ത്രസിൻ ഗ്ലൈക്കോസൈഡ് ആണ് അടങ്ങിയിട്ടുള്ളത്. ഗ്ലിസറിസ ഇസ് ദ സിനോണിം ഓഫ് ഡാഷ്. ഗ്ലിസറിസ ഗ്ലാബ്ര എന്നൊക്കെ പറയുന്നത് എന്തിൻ്റെ സിനോണിമാണ്? ലിക്വറൈസ. ദ സിനോണിം ഓഫ് ഹൈഡ്രസ് വൂൾ ഫാറ്റ് ഈസ് ഡാഷ്. ഹൈഡ്രസ് ആയിട്ടുള്ള വൂൾ ഫാറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഇറ്റ് ഈസ് ലനോളിൻ. ലനോളിൻ ആണ് ഹൈഡ്രസ് വൂൾ ഫാറ്റ് എന്ന് പറയുന്നത്. ദ ഡ്രഗ് യൂസ്ഡ് ആസ് ബ്രോങ്കോ ഡൈലേറ്റർ ഈസ് ഡാഷ്. ബ്രോങ്കോ ഡൈലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ് എന്ന് പറയുന്നത് എഫീഡ്ര ആണ് കേട്ടോ. എർഗോട്ട് ഇസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ വിച്ച് സ്റ്റേജ്? അതായത് ഏത് സ്റ്റേജിലാണ് എർഗോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് സ്ക്ലെറോട്ടിയം സ്റ്റേജ്. കുറേ സ്റ്റേജ് ഉണ്ട്. അപ്പോൾ എർഗോട്ട് ഏത് സ്റ്റേജിലാണ് ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ക്ലെറോട്ടിയം സ്റ്റേജിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മെൻതോൾ ഈസ് ദ ചീഫ് കോൺസ്റ്റിറ്റ്വൻറ്റ് ഓഫ് ഡാഷ്. മെൻതോൾ എന്ന് പറയുന്നത് എന്തിൻ്റെ ചീഫ് കോൺസ്റ്റിറ്റ്വൻ്റ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. മെൻതോൾ എന്ന് പറയുന്നത് പെപ്പർമിൻറ്റ് ഓയിലിൻ്റെ ഒരു ചീഫ് കോൺസ്റ്റിറ്റ്വൻ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പെപ്പർമിൻറ്റ് ഓയിലിൻ്റെ കോൺസ്റ്റിറ്റ്വൻ്റ് എന്താണ്? ദാറ്റ് ഈസ് മെൻതോൾ. തിക്ക് വാൾഡ് ബീഡഡ് എപ്പിഡോമൽ സെൽസ് ആർ പ്രസൻറ്റ് ഇൻ ഡാഷ്. തിക്ക് വാളുള്ള അതുപോലെ ബീഡ്സ് ഒക്കെ അടുക്കി വെച്ചതുപോലുള്ള വാൾസ് ഉള്ളത് ഏതിനാണെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് ഡിജിറ്റാലിസ്. അതുപോലെ തന്നെ നമ്മൾ TS എടുത്തിട്ടുണ്ട് കുറേ ലീവ്സിൻ്റെ, അതിൻ്റെയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പോൾ ഏതിലാണ് സ്റ്റൊമാറ്റ, ഡയസൈറ്റിക് സ്റ്റൊമാറ്റ ഉള്ളത് അല്ലെങ്കിൽ അനൈസോസൈറ്റിക് ആയിട്ടുള്ള സ്റ്റൊമാറ്റ ഉള്ളതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സെല്ലുലാർ സ്ട്രക്ചറൊക്കെ അതിൻ്റെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് പഠിക്കണം. അപ്പോൾ കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് പ്രസൻറ്റ് ആയിട്ടുള്ളത് ഏതിൻ്റെ ബാർക്കിലാണെന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റാർച്ച് ഈസ് നോൺ ആസ് ഡാഷ്. സ്റ്റാർച്ചിനെ എന്താണ് പറയുന്നത്? അമൈലം. അമൈലം എന്നാണ് സ്റ്റാർച്ചിനെ പറയുന്നത്. പൊട്ടാസ്യം മെർക്കുറി അയഡൈഡ് ഈസ് യൂസ്ഡ് ഇൻ ഡാഷ്. ഏത് റിയേജൻറ്റിലാണ്? മേയേഴ്സ് റിയേജൻറ്റ്. എഫീഡ്ര ബിലോങ്സ് ടു വിച്ച് ഫാമിലി? ജെൻറ്റേഷ്യേ. എഫീഡ്രിൻ യൂസ്ഡ് ഇൻ ആസ്മ ഈസ് ഡാഷ്. അത് എന്ത് ആൽക്കലോയിഡ് ആണെന്നാണ് ചോദിക്കുന്നത്. പ്രോട്ടോ ആൽക്കലോയിഡ് ഉണ്ട്, സ്യൂഡോ ആൽക്കലോയിഡ് ഉണ്ട്. സോ എഫീഡ്രിൻ എന്ന് പറയുന്നത് എന്ത് ആൽക്കലോയിഡ് ആണ്? ഇറ്റ് ഈസ് എ പ്രോട്ടോ ആൽക്കലോയിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാപ്പോണിൻ റിയാക്ട് വിത്ത് 80% സൾഫ്യൂരിക് ആസിഡ് ആൻഡ് ഗിവ്സ് ഡാഷ്. എന്ത് കളറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരു ഓറഞ്ച് യെല്ലോ കളർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റാർച്ച് കണ്ടെയ്ൻ ഡാഷ്. സ്റ്റാർച്ചിൽ എന്താണ് മെയിനായിട്ട് അടങ്ങിയിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് അമിലോപെക്റ്റിൻ. The glycoside silicoside is in red squill act as dash. That is, the glycoside silicoside in red squill act as dash. അതായത് റെഡ് സ്ക്വില്ലിലുള്ള സിലിറോസൈഡ് എന്ന് പറയുന്ന ആൽക്കലോയിഡ് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് റോഡെൻഡിസൈഡ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടർപ്പൻറ്റൈൻ ഓയിൽ ഈസ് ഒബ്റ്റെയിൻ ഫ്രം വേരിയസ് സ്പീഷീസ് ഓഫ് ഡാഷ്. എവിടെ നിന്നാണ് ടർപ്പൻറ്റൈൻ ഓയിൽ ഒബ്റ്റെയിൻ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് പൈനസ്. Plants which are not differentiated into root, stems or leaves are dash. ലീഫായിട്ടോ അല്ലെങ്കിൽ സ്റ്റെമ്മായിട്ടോ അല്ലെങ്കിൽ റൂട്ടായിട്ടോ ഒന്നും ക്ലാസിഫൈ ചെയ്യാത്ത ഡ്രഗ് ഏത് ക്ലാസ്സിലാണ് പെടുന്നതെന്നാണ് ചോദിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ടാലോഫൈറ്റ്. ടാലോഫൈറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിലാണ് അതൊക്കെ പെടുന്നത് കേട്ടോ. സിനമൺ ബാർക്ക് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. സിനമൺ ബാർക്കിൻ്റെ മറ്റൊരു സിനോണിമാണ് ചോദിക്കുന്നത്. നമുക്ക് സിനോണിം ബാർക്കിൻ്റെ വേറൊരെന്ന് പറയുകയാണെങ്കിൽ ഡാൽച്ചീനി. ഓക്കെ, ഡാൽച്ചീനി എന്നും നമുക്ക് പറയാവുന്നതാണ്. ആൻഡ് ഒപ്പിയം കണ്ടെയ്ൻസ് ഡാഷ്. ഒപ്പിയത്തിൽ എന്താണ് അടങ്ങിയിട്ടുള്ളത്? മോർഫിൻ. ടേമറിക് ബിലോങ്സ് ടു ദ ഫാമിലി സിംഗിബറേസിയേ. ക്ലിയർ ലിക്വിഡ് ഈസ് ഒബ്റ്റെയിൻഡ് വെൻ കാസ്റ്റർ ഓയിൽ ഈസ് ആഡഡ് ടു ഡാഷ്. കാസ്റ്റർ ഓയിൽ നമ്മൾ എന്തിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ക്ലിയർ സൊല്യൂഷൻ കിട്ടുന്നത്? കാസ്റ്റർ ഓയിൽ എത്ര എടുത്തിട്ടുണ്ടോ അതിൻ്റെ ഈക്വൽ വോളിയം ഓഫ് എത്തനോളുമായിട്ട് മിക്സ് ചെയ്താലാണ് ക്ലിയർ സൊല്യൂഷൻ കിട്ടുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെർവ് ടോണിക് ഈസ് ഡാഷ്. നെർവ് ടോണിക് എന്നറിയപ്പെടുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. നെർവ് ടോണിക് എന്ന് പറയുന്നത് ബ്രഹ്മിയാണ് കേട്ടോ. ബ്രഹ്മി എന്ന് പറയുന്നത് ബുദ്ധിശക്തിക്കൊക്കെ നല്ലതാണെന്ന് കേട്ടിട്ടില്ലേ? യെസ്, അത് ശരിയാണ്. പൈറത്രം ബിലോങ്സ് ടു ദ ഫാമിലി ഡാഷ്. സോ പൈറത്രത്തിൻ്റെ തന്നെ 3 ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ പൈറത്രം ഏത് ഫാമിലിയിലാണെന്നാണ് ചോദിക്കുന്നത്. പൈറത്രം എന്ന് പറയുന്നത് കമ്പോസിറ്റേ എന്ന് പറയുന്ന ഫാമിലിയിലാണ് ബിലോങ് ചെയ്യുന്നത് കേട്ടോ. ദ ടേസ്റ്റ് ഓഫ് ക്ലോവ് ഈസ് ഡാഷ്. ക്ലോവിൻ്റെ ടേസ്റ്റ് എന്താണ്? പഞ്ചൻറ്റ് ആൻഡ് ആരോമാറ്റിക്. അപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ പഞ്ചൻ്റ് ആണോ ആരോമാറ്റിക് ആണോ എന്ന് സംശയിച്ചിട്ടൊന്നും ഇരിക്കരുത്. ഡയറക്റ്റ് ആയിട്ട് എഴുതുക. കാരണം ഒരുവിധം പഞ്ചൻ്റ് എന്ന് പറയുമ്പോൾ എല്ലാം പഞ്ചൻ്റായിട്ട് നമ്മൾ എഴുതരുത്. ഇപ്പോൾ നമ്മൾ ജിഞ്ചറൊക്കെ ചോദിക്കുകയാണെങ്കിൽ പഞ്ചൻ്റ് ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതാം. അല്ലെങ്കിൽ പെപ്പർ എന്നൊക്കെ പറയുമ്പോൾ പഞ്ചൻ്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞ് എഴുതാം. പക്ഷേ ഇങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസിൽ എന്ന് പറയുമ്പോൾ ആരോമാറ്റിക് ആൻഡ് പഞ്ചൻ്റ് ആണ് കേട്ടോ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഒന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മാർക്ക് കിട്ടില്ല. രണ്ടും എഴുതണം. കാരണം അതിന് വെറും പഞ്ചൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് മാത്രമല്ലല്ലോ, ഒരു തരം ഒരു സ്വീറ്റിഷ് അല്ലെങ്കിൽ ഒരു ആരോമാറ്റിക് ആയിട്ടുള്ള ടേസ്റ്റും കൂടി ഉണ്ടല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോംനിഫോറ വെയ്റ്റി ഈസ് ദ ബൊട്ടാനിക്കൽ നെയിം ഓഫ് ഡാഷ്. എന്തിൻ്റെ ബൊട്ടാനിക്കൽ നെയിമാണ്? ഗൂഗിൾ. യെസ്.
ദെൻ കോണിക്കൽ തിക്ക് വാൾഡ് സ്ലൈറ്റ്ലി കർവ്ഡ് ട്രൈക്കോംസ് ആർ പ്രസൻറ്റ് ഇൻ ഡാഷ്. ഏതിലാണ് കോണിക്കൽ ആയിട്ടുള്ള തിക്കായിട്ടുള്ള വോളും കർവ്ഡ് ആയിട്ടുള്ള ട്രൈക്കോംസ് അടങ്ങിയിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. ആൻസർ സെന്ന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പൈലൻട്രി ഫ്രാക്ചർ ഈസ് സീൻ ഇൻ ഡാഷ്. സ്പൈലൻട്രി ഫ്രാക്ചർ എന്തിലാണ് കാണുന്നതെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് സിന്നമൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിട്രസ് ഓറാൻറ്റിയം ഈസ് ദ ബൊട്ടാനിക്കൽ നെയിം ഓഫ് ഡാഷ്. സിട്രസ് ഓറാൻറ്റിയം എന്ന് പറയുന്നത് ഓറഞ്ച് പീലിൻ്റെയാണ്, അതായത് ഓറഞ്ചിൻ്റെ തൊലിയുടെ ബൊട്ടാനിക്കൽ നെയിമാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വെല്ലിംഗ് ഫാക്ടർ ഈസ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് ദ പ്യൂരിറ്റി ഓഫ് ഡാഷ്. സ്വെല്ലിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എന്തിൻ്റെ പ്യൂരിറ്റി ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് ഇസ്പെഗുള. അപ്പോൾ അതുപോലെ പലതിൻ്റെയും ഉണ്ട്. ഇപ്പോൾ കളറിൽ വെച്ചിട്ട് നമ്മൾ പ്യൂരിറ്റി കണ്ടുപിടിക്കുന്നുണ്ട്, അതുപോലെ ബൾക്കിംഗ് ഫാക്ടർ, സ്വെല്ലിംഗ് ഫാക്ടർ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇസ്പെഗുളയുടെ ആണെങ്കിൽ സ്വെല്ലിംഗ് ഫാക്ടർ കൺസിഡർ ചെയ്തിട്ടാണ് പ്യൂരിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബോൺ ട്രാഗേഴ്സ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഡാഷ്. ബോൺ ട്രാഗേഴ്സ് ടെസ്റ്റ് എന്ന് പറയുന്നത് സെന്നയുടെ ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ് ആണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫാമിലി ഓഫ് അർജുന ബാർക്ക് ഈസ് ഡാഷ്. അർജുന ബാർക്കിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് കോംബ്രറ്റേസി ആണല്ലേ. കഫീൻ ഈസ് ഐഡൻറ്റിഫൈഡ് ബൈ ഡാഷ്. കഫീൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഏത് ടെസ്റ്റിലൂടെയാണെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് മ്യൂറെക്സൈഡ് ടെസ്റ്റ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ഫാർമകോഗ്നസി വൺ വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ 100-ൽ കൂടുതൽ വൺ വേർഡ്സ് ഡിസ്കസ് ചെയ്തെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത്രയും വൺ വേർഡ്സ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ വേർഡ് ആണ്. പിന്നെ നമ്മൾ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല, കാരണം നിങ്ങൾക്കും കണ്ടാൽ ബോറടിക്കും. അതുപോലെ തന്നെ ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആരും അത് നോട്ട് ചെയ്യാനുള്ള ശ്രദ്ധ കാണിക്കില്ല. അപ്പോൾ 100 ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഇതിനൊരു പാർട്ട് 2 ആയിട്ട് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഓരോ വീഡിയോയ്ക്കും ഞാൻ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടാണ് ഓരോ ക്വസ്റ്റ്യൻസും കണ്ടുപിടിച്ച് നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഇതുപോലത്തെ ഇനി അടുത്ത പാർട്ട് 2 വേണോ അതോ ഏത് സബ്ജക്റ്റാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ ഞാൻ വീഡിയോ ഇടുന്നതാണ്. സോ അടുത്ത വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.